ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നമ്മുടെ കരിക്കുമാറിനെ പറ്റിയാണോ? അതെ, എന്താ? അല്ല, കുമാരേട്ട എവിടെ ഉണ്ടാവും? നിങ്ങൾക്കറിയോ? അയാൾ വടക്കേപ്പുറത്ത് തെങ്ങിൻതോപ്പിലുണ്ട്. തെങ്ങിൻതോപ്പിലോ? അവൻ കൂട്ടുകാരൻ കൂട്ടി രാവിലെ തന്നെ വെള്ളോടി തുടങ്ങിയിട്ടുണ്ട്. നീ കണ്ണുരുട്ടൊന്നും വേണ്ട, നിനക്കൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ റിമൈൻഡ് ചെയ്ത് തരട്ടെ. ഫ്ലാഷ് ബാക്കോ? ആ, അമൃതേച്ചി കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ നീ പടക്കം പഠിച്ച ഓർമ്മയുണ്ടോ? അത് ഞാനല്ലല്ലോ പൊട്ടിച്ച, പിള്ളേരല്ലേ. നീ പറയാതെ പിള്ളേര് പൊട്ടിക്കില്ലല്ലോ. നീ നിന്റെ കൂട്ടുകാരൻ കോളേജിൽ വെച്ച് എന്നോട് ചെയ്തതൊന്നും ഞാനും മറന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ? നീ ഇപ്പൊ ഇത്ര നല്ലവനായിട്ട് നടക്കുന്നത് എന്തിനാന്ന്? എനിക്കെതിരെയുള്ള എന്തെങ്കിലും പണിയാണോ? എന്ത് പണി? അതാ എനിക്കും അറിയാത്തത്. അതന്നല്ലേ നിന്നോട് ചോദിക്കുന്നതും. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ, നിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്താന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശനാ. മുത്തശ്ശൻ ഒരു കാര്യം ഏൽപ്പിച്ച അത് ഭംഗിയായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാ. അതുകൊണ്ട് മാത്രം നമ്മൾ തമ്മിലുള്ള ശത്രുത ഞാൻ മറന്നേക്കുക. തൽക്കാലത്തേക്കോ? ആ, നിന്റെ കല്യാണം കഴിയുന്നവരെ. ആദി, മാളുവിനെ അകത്തേക്ക് കൊണ്ടു വാ. വന്നേ മാളു, വാ. അങ്ങോട്ട് പൊക്കോ മോളെ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. വാ വാ. നമസ്കാരം. നമസ്കാരം. അല്ല, കുമാർ എവിടെ? അത് അവൻ വന്ന വണ്ടി അവനെ കൂട്ടുകാരുടെ കൂടെയാ വരുന്നത്. പുറകില് വേറൊരു വണ്ടിയുണ്ട്. അവരിപ്പോ എത്തും. ഓ, ആയിക്കോട്ടെ. അതങ്ങനെയല്ലേ വരൂ. ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേരുടെ കല്യാണം ഉണ്ടല്ലോ, അത് അവരുടെ കൂട്ടുകാരെ നടത്തണേ. ആ, അവര് വന്നോളും. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വരൂ വരൂ. ഓ ഓ, ആദി മോനെ. എന്താ ആന്റി? മോനെ, എനിക്കെന്തോ ഒരു സംശയം പോലെ. എന്ത് സംശയം? അതെ, ഇതല്ലേ കല്യാണ ചെറുക്കനെ മണ്ഡപത്തിലേക്ക് വരാൻ അലങ്കരിച്ച വണ്ടി? അതെ. പിന്നെന്താ ചെക്കൻ ഈ വണ്ടിയെ വരാതിരുന്നേ? ആ, അല്ല, കല്യാണ ചെക്കൻ ഈ വണ്ടിയിലല്ലേ വരേണ്ടത്. പിന്നെന്താ കൂട്ടുകാരുടെ വേറെ വണ്ടി വരുന്നത്? അതാണോ? ആ, അത് വേറെ ഒന്നുമില്ല ആന്റി. കുമാരേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എപ്പോ? അല്ല, എന്തിനാ വിളിച്ചത്? കുമാരേട്ടൻ വരുന്ന വണ്ടി വഴിയിൽ വെച്ചൊന്ന് പഞ്ചറായി. അയ്യോ. ഹേയ്, പേടിക്കാനൊന്നുമില്ല. വേറെ വണ്ടി സംഘടിപ്പിച്ചു. ഓ, നല്ലൊരു കാര്യത്തിന് വരുമ്പോ വണ്ടി പഞ്ചറായി എന്നൊക്കെ പറയുമ്പോ ചിലർക്കെങ്കിലും അത് എരണക്കേടായിട്ട് തോന്നും. ആ, അതും ശരിയാ. അതുകൊണ്ട് ആരോടും പറയാതിരുന്നത്. കുമാരേട്ട ഇപ്പൊ എത്തും. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. ആന്റി വെറുതെ ടെൻഷൻ ആവണ്ട, എല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കും.
എന്നാ മോനെ ഞാൻ അങ്ങോട്ട് നീക്കട്ടെ. ആ. ആ. എന്തായാലും നമ്മുടെ കരിക്ക് കൊള്ളാം. അതെ അതെ അവന്റെ കല്യാണമായിട്ട് അവൻ രാവിലെ മുതലേ ബിസിയാ. ശരിയാളിയ. ബ്രോ 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 ആ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നമ്മുടെ കരിക്കുമാറിനെ പറ്റിയാണോ? അതെ എന്താ? അല്ല, കുമാരേട്ടപ്പ എവിടെ ഉണ്ടാവും? നിങ്ങൾക്കറിയോ? അയാളോ? അയാൾ വടക്കേപ്പുറത്ത് തെങ്ങിൻതോപ്പിലുണ്ട്. തെങ്ങിന്നോപ്പിലോ? അവൻ കൂട്ടുകാരൻ കൂട്ടി രാവിലെ തന്നെ വെള്ളോടി തുടങ്ങിയിട്ടുണ്ട്. ഇനി താലിയേട്ട നിങ്ങൾ വേറെ ആളെ അന്വേഷിച്ചോ? എന്റെ ഈശ്വര, പെട്ട്. ആ മരയോന്ന് വീണ്ടും പണിയാന്നല്ലോ. ദാസപേട്ട, ഓ ആ ഞാൻ പറഞ്ഞ സൊസൈറ്റിയിലെ കാര്യം അതൊക്കെ നമ്പ്യാർ സാറിനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റൂ. ഞാൻ ചോദിച്ചിട്ട് ദാസപ്പേട്ടാ. പറയാം. ആ ആ ശരി. എന്താ എന്താ കുഞ്ഞേ? വാ, നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ കുഞ്ഞേ? വടക്കേപ്പുറത്തെ തെങ്ങിൻതോപ്പിലേക്ക്. അവിടേക്കുള്ള വഴി നിങ്ങൾക്കറിയോ? വഴിയൊക്കെ അറിയാം, പക്ഷേ നമ്മളെന്തിനാ ഇപ്പൊ തെങ്ങിൻതോപ്പിൽ പോണേ? അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം. നിങ്ങൾ വണ്ടി കയറി വന്നേ. ആദ്യം മോനെ, മോൻ ഇതെങ്ങോട്ടാ പോന്നേ? അത് എന്താ മക്കളെ, വല്ല പ്രശ്നമുണ്ടോടാ? പ്രശ്നമൊന്നുമില്ല. പിന്നെന്തിനാ ഇത്ര ധൃതി വെച്ച് പോന്നേ? ആ, അതാണോ? ഞാൻ അവസാനം ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ എന്റെ വണ്ടിയിൽ പോയി കുമാരേട്ടനെ കൂട്ടിക്കൊണ്ടുവരാം. അല്ല മോനെ, കുമാർ വേറെ വണ്ടി വരുന്നല്ലേ പറഞ്ഞത്? വരുന്നുണ്ട്. പക്ഷേ ലേറ്റ് ആയാലോ? മുഹൂർത്തം തെറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി കുമാരേട്ടനെ കൂട്ടിക്കൊണ്ടുവരാം. കുമാരേട്ടനെ കൂട്ടി ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. ആന്റി ഒന്നും പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചാൻ വണ്ടി ഓടിക്കൂ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ചെല്ലു മക്കളെ. രസപ്പെട്ടാ വാ, വണ്ടി കയറി. വേഗം കയറി. ആദ്യമോൻ എത്ര നല്ല പയ്യനല്ലേ? ഓ, ഇത്ര ആത്മാർത്ഥതയുള്ള പയ്യനെ ഞാൻ വേറെ കണ്ടിട്ടേയില്ല. സത്യം. ആദ്യ കുഞ്ഞേ, ദാ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ആ മരം കുത്തി എവിടെയാണാവോ? ആ ദാ അവിടെ. ഏ? ഒന്ന് നിർത്തോ? കല്യാണ ദിവസമായിട്ട് എന്തെങ്കിലും ഒഴിവാക്കി കൂടായിരുന്നോ? പാർട്ടിക്കൊന്നും ഇപ്പൊ സമയമില്ല. വാ, നമുക്ക് പോവാം. ഇപ്പൊ പോയില്ലെങ്കിൽ മുഹൂർത്തം പറ്റും. ഞാൻ വരൂല. എന്താ പറഞ്ഞു? എന്റെ പത്മം പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഊരാടിയാണെങ്കിലൂടാ.